നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, QGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? MG യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? MG യൂണിവേഴ്സിറ്റിയാണ്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഗോത്ര ജീവികയാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പം ന്യൂസിൽ വന്നതെന്ന് വെച്ചാൽ ഈ പദ്ധതി ഇപ്പം പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. 2025 മാർച്ചിൽ മലമ്പുഴയിൽ കണ്ടെത്തിയ മഹാശിലാനിർമ്മിതികൾ ഏത് കാലത്തെ നിർമ്മിതികളാണെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്? മെഗാലിത്തിക് കാലത്തെ നിർമ്മിതികളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പദ്ധതി ഏതാണ്? അർബൻ മൈനിങ്. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഇലക്ട്രോണിക് മാലിന്യത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന അർബൻ മൈനിങ് പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ടെക്നോളജീസ് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് ഈ പദ്ധതിയുടെ ഗുണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വേർതിരിച്ചെടുക്കുന്ന ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ ധാതുക്കൾ പുനരുപയോഗിക്കുന്നത് വഴി അവയുടെ ഇറക്കുമതി നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ പറയുന്നത്. അടുത്തത്, സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ് കേട്ടോ, മേഘാലയ. 2025 മാർച്ചിൽ ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആയുഷ്മാൻ ഖുറാനയാണ്. ഫിറ്റ് ഇന്ത്യ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആയുഷ്മാൻ ഖുറാന. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കും. റീസെൻ്റ് ആയിട്ടും ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് കൊണ്ട് നമ്മളോട് ചോദ്യത്തിൽ വരാം, ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് നമ്മളോട് ചോദിക്കാം. എന്താണ് അഗ്നിപർവ്വതത്തിൻ്റെ പേര്? ലെവോട്ടോബി ലാക്കി എന്നാണ് കേട്ടോ. ഇന്തോനേഷ്യയിലാണ് ഇത് ഉള്ളത്. അടുത്ത ചോദ്യം, വനിതകളുടെ 35 കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? പ്രിയങ്ക ഗോസ്വാമിയാണ് കേട്ടോ. ഗോ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗോ എന്ന് പറയത്തില്ലേ, അപ്പം റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? പ്രിയങ്ക ഗോസ്വാമിയാണ്. IPL ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ആരാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. താങ്ക് യു.